മകരമാസത്തിന്റെയും കുംഭമാസത്തിന്റെയും മധ്യത്തിൽ വരുന്ന കറുത്ത ചതുർത്ഥി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം തെക്കൻ തിരുവിതാംകൂറിലെ 12 ശിവാലയങ്ങളിൽ ക്രമമനുസരിച്ച് ഓടി ദർശനം നടത്തുന്ന ആരാധനാ സമ്പ്രദായമാണ് ശിവാലയോട്ടം. ഈ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിവസം ദർശനം നടത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പുരാണകാലം മുതൽക്ക് തന്നെ ഈ ക്ഷേത്രങ്ങളെയും അവ നിലനിന്നിരുന്ന ഭൂപ്രദേശങ്ങളെയും കുറിച്ച് പല കഥകളും പ്രചരിച്ചിരുന്നു. ഐതിഹ്യങ്ങളിൽ വളരെയധികം വിശ്വാസമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ ഗോവിന്ദ, ഗോപാല എന്ന നാമോച്ചാരണത്തോടെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും കാൽനടയായി ചെന്ന് അവിടത്തെ മഹാത്മ്യം പാടിപ്പുകഴ്ത്തുന്നു. തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ കുഴിത്തുറയിൽ നിന്നും 10 കിലോമീറ്റർ തെക്കുമാറി മുഞ്ചിറ തിരുമലക്കുന്നിലാണ് ആദ്യത്തെ ശിവാലയമായ തിരുമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന ക്ഷേത്രകലയുടെ അംശങ്ങൾ ഉൾക്കൊണ്ട 2 ക്ഷേത്രങ്ങൾ ശിവനും മഹാവിഷ്ണുവിനും ഇവിടെയുണ്ട്. ക്ഷേത്രരേഖകളിൽ നിന്നും ഇവിടത്തെ ആരാധനാമൂർത്തി ശൂലപാണിയാണെന്നും മനസ്സിലാക്കാം. പാറക്കെട്ടുകളും ഗുഹകളും നിറഞ്ഞ ഈ പ്രദേശത്തുള്ള ശിലാശാസനത്തിൽ മുഞ്ചിറ തിരുമല ദേവൻ എന്ന പരമാർശവുമുണ്ട്. ദ്രാവിഡ വാസ്തുശില്പ കലാഭംഗി വിളിച്ചറിയിക്കുന്ന ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മധുര ആസ്ഥാനമാക്കി ഭരണം നടത്തിയ തിരുമല നായ്ക്കരുടെ കാലത്ത് മുനിമാർത്തോട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രം ചോള രാജാവായ രാജേന്ദ്ര ചോളദേവൻ ഒന്നാമന്റെ കാലത്ത് പണിയിച്ചതാണ് എന്നൊരു രേഖയുമുണ്ട്. താമ്രഭരണി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമല ക്ഷേത്രത്തിന്റെ നടയ്ക്കൽ നിന്നുമാണ് ശിവഭക്തന്മാർ ശിവരാത്രി 4-ാം യാമമാകുമ്പോഴേക്കും ഗോവിന്ദ, ഗോപാല എന്ന നാമമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഓട്ടം ആരംഭിക്കുന്നത്. മകരം, കുംഭം എന്നീ മാസങ്ങളുടെ മധ്യത്തിൽ ഹൈന്ദവരുടെ ആഘോഷമായ ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരാചാരമാണ് ശിവാലയോട്ടം അഥവാ ചാലയമോട്ടം. ശിവരാത്രി നാളിൽ ദ്വാദശ രുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ഈ ആചാരത്തിന്റെ സവിശേഷത. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളായുള്ള
12 ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് നടത്തുന്ന ദർശനമാണിത്. തിരുമലയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ താമ്രപർണി നദിയുടെ തീരത്താണ് ശിവാലയോട്ടത്തിലെ രണ്ടാമത്തെ ശിവാലയമായ തിക്കുറിച്ചി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് താലൂക്കിലാണ് ഈ ക്ഷേത്രം. തിരുമലയിൽ നിന്നും വെട്ടുവന്നിയിൽ തിരിച്ചെത്തി മാർത്താണ്ഡം വഴി ഈ ക്ഷേത്രത്തിലെത്താം. ഇവിടത്തെ ശിവൻ സ്വയംഭൂവാണ്. മഹാദേവർ എന്ന നാമത്തിൽ ധ്യാനമൂർത്തിയായാണ് ശിവൻ കുടികൊള്ളുന്നത്. ഇവിടുത്തെ മൂർത്തിയെ ആധാരങ്ങളിലെല്ലാം തിക്കുറിച്ചി മഹാദേവർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മട്ടാല വീരൻ എന്നാണ് ഈ ക്ഷേത്രത്തിലെ മഹാദേവനെ അറിയപ്പെടുന്നത്. ഇവിടെ ഗർഭഗൃഹത്തിൽ മാത്രമല്ല പുറത്തുപോലും ഇടക്കാലഘട്ടത്തിൽ നന്ദീവാഹന പ്രതിഷ്ഠയില്ലായിരുന്നു. നന്ദിയുടെ തിരോധാനത്തിന്റെ കഥയും പ്രസിദ്ധമായിരുന്നു. രാത്രി നെൽപ്പാടത്തിറങ്ങി കൃഷി നശിപ്പിക്കൽ സ്ഥിരമാക്കിയ ക്ഷേത്രക്കാളയെ നാട്ടുകാർ കല്ലെറിഞ്ഞോട്ടിച്ചു. ശരീരം മുഴുവനും രക്തമൊലിപ്പിച്ച് ക്ഷേത്രത്തിലെത്തി അവിടം അശുദ്ധമാക്കിയ നന്ദിയെ നദിയുടെ ആഴക്കയത്തിൽ കെട്ടിത്താഴ്ത്താൻ ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ചു. അങ്ങനെ തിക്കുറിച്ചി ഇടക്കാലത്ത് നന്ദിയില്ലാത്ത ഏക ശിവാലയമായി മാറി. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടിഞ്ഞാറ് അഭിമുഖമായി ദർശനം നൽകുന്ന ശിവാലയോട്ടത്തിലെ മൂന്നാമത്തെ ശിവാലയമാണ് തൃപ്പരപ്പ് ക്ഷേത്രം. കോതയാറ്റിന്റെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടത്തെ മൂർത്തികൾ വീരഭദ്രനും ഭദ്രകാളിയുമാണ്. ദക്ഷൻ നടത്തിയ ബൃഹസ്പതി സവന യാഗത്തിൽ അദ്ദേഹത്തിന്റെ മകൾ സതിയും പങ്കെടുത്തു. മകൾക്കനുസൃതമായ സ്വീകരണം യാഗശാലയിൽ കിട്ടാത്തതുകൊണ്ട് മനസ്സ് നൊന്ത് സതി അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു.
ഈ വിവരമറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ യാഗശാലയിലെത്തി കണ്ണിൽ കണ്ടതിനെയെല്ലാം നശിപ്പിച്ചു. ദക്ഷന്റെ തലയറുത്ത് തൃപ്പരപ്പ് മലമുകളിലെത്തി. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ പ്രദേശത്തെ തന്റെ ആവാസ സ്ഥലമായി തിരഞ്ഞെടുത്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്താണ് ശിവജ്വരദേവന്റെ പ്രതിഷ്ഠ. ഈ ദേവന് എല്ലാ രോഗങ്ങളും മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഒൻപതാം നൂറ്റാണ്ടിലെ ആയിരാജവംശത്തിലെ രാജാക്കന്മാർക്കും പാണ്ഡ്യ രാജാക്കന്മാർക്കും ഇടയിലുണ്ടായിരുന്ന രാഷ്ട്രീയ ബന്ധത്തെ വ്യക്തമാക്കുന്ന ഏതാനും ശിലാശാസനങ്ങൾ ഇവിടെയുണ്ട്. തൃപ്പരപ്പിൽ ജടാധരനായാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട തുറക്കാറില്ല. ജടാധരന്റെ തീക്ഷ്ണമായ നോട്ടം സഹിക്കാനാവാതെ നന്ദി വടക്കോട്ട് നോക്കിയാണ് കിടക്കുന്നത്. തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം 1956 കേരളത്തോടിരുന്നതാണ് ഈ കന്യാകുമാരി ജില്ല. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂടിയാണ്. മാക്സിമം ഭൂരിപക്ഷം മലയാളമാണ് ഇവിടെ. 3 താലൂക്ക്, തിരുവട്ടാറ്, കലക്കുളം, കുളവങ്കോട് 3 താലൂക്ക് മാക്സിമം മലയാളം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ അതൊരു നീണ്ട ഒരു എപ്പിസോഡായി മാറും. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ആയിരാജാക്കന്മാരുടെ പീരീഡിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഇരുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്നിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ വളരെ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ്സുകളുണ്ട്. വിശാഖം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, അനേഴം തിരുനാൾ, ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിട്ട് ഈ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ഐതിഹ്യമാണ്. ഒന്ന് ശിവരാത്രിയോട് സംബന്ധിച്ചുള്ള ഐതിഹ്യം. ശിവരാത്രിയുടെ അന്ന്, അതായത് 12 ശിവാലയങ്ങളെ ദർശിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഐതിഹ്യമായി കരുതിപ്പോരുന്നു. അതിൽ തിരുമല, തിക്കുരിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാക്കം, കൽപ്പളം, മേലാങ്കോട്, തിരുവിതാംകോട്, തൃപ്പന്തിക്കോട്, തിരുനട്ടാറ്, ഇങ്ങനെയാണ് 12 ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ ഇത് 3ാമത്തെ ക്ഷേത്രമാണ്. പടിഞ്ഞാറ് നോക്കിയാണ് ഭഗവാൻ ഇവിടെ തപസ്സിലാണ്. ആ ഐതിഹ്യത്തിലിട്ട് പോവുകയാണെങ്കിൽ ദക്ഷയാഗം കഴിഞ്ഞതിന് ശേഷം ദക്ഷനെ വധം ചെയ്യാൻ വേണ്ടി വീരഭദ്രനെ സൃഷ്ടിക്കുകയും കൂടെ തന്നെ ഒപ്പം തന്നെ ഭദ്രകാളിയെയും 2 പേരും ചേർന്ന് ദക്ഷയാഗം ചെയ്തതിന് ശേഷം തൻ്റെ ദേഷ്യം മാറാൻ വേണ്ടി ഭഗവാനോട് യാചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ഭൂലോക സഞ്ചാരമായിട്ട് പോയിട്ട് എവിടെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കാണുന്നു അവിടെ ഇരുന്ന് ധ്യാനത്തിലിരിക്കുക. ധ്യാനത്തിലിരുന്നതിന് ശേഷം നിങ്ങളുടെ ദേഷ്യം ഇതാവുമെന്ന് അവിടുന്ന് ഒരു കൽപ്പന കൊടുക്കുകയും അത് പ്രകാരം ഇവിടെ വന്ന് വിശാലമായിട്ടുള്ള ഈ സ്ഥലത്തിൽ നിന്ന് പടിഞ്ഞാറ് നോക്കി ഭഗവാൻ തപസ്സിലിരിക്കുകയാണ് എന്നാണ്. രുദ്രമൂർത്തിയാണ് ഇവിടുത്തെ ദേവൻ. അതുകൊണ്ടാണ് എല്ലാ ശിവക്ഷേത്രത്തിലും നമുക്ക് നന്ദി കാണാൻ പറ്റും, പക്ഷേ ഇവിടെ നന്ദി മാറി ഒതുങ്ങി കിടക്കുകയാണ്. കാരണം രുദ്രമൂർത്തിയായിട്ട് ഇരിക്കുമ്പോൾ നേരിൽ മുമ്പിലില്ലാതെ മാറിയിരിക്കുകയാണ്. ഭഗവാൻ ധ്യാനരൂപനായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഏത് കാര്യങ്ങളും നേരിട്ട് ഭഗവാനോട് പറയാം എന്നുള്ളതും പ്രത്യേക കാര്യമാണ്. ഇവിടെ മാസ തിരുവാതിര വളരെ വിശേഷമാണ്. അത് പോയിട്ട് വർഷത്തിൽ വരുന്ന ധനുമാസ തിരുവാതിര വളരെ വിശേഷമാണ്. മീനമാസത്തിലാണ് 10 ദിവസത്തെ ഉത്സവം.
മാസത്തിൽ വരുന്ന 2 പ്രദോഷവും ഇവിടെ വളരെ വിശേഷമാണ്. ആയില്യം വളരെ വിശേഷമാണ്. ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്ര എല്ലാവരും ചേർന്നാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ നടത്തിപ്പോകുന്നു. രാവിലെ 5 മണിക്ക് തിരുനട തുറന്ന് ഉച്ചയ്ക്ക് 11:30 ഉച്ചശിവലിയോട് നട അടയ്ക്കുകയും തുടർന്ന് ഇവിടെ തമിഴ്നാട് സർക്കാരിൻ്റെ 100 പേർക്കുള്ള അന്നദാന പദ്ധതി കൊണ്ട് അന്നദാനം നടക്കുകയും ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് നട തുറന്നതിന് ശേഷം 6:30 ദീപാരാധനയും അത് കഴിഞ്ഞതോടെ തന്നെ 7:20 അത്താഴ പൂജയും അതോടൊപ്പം ശിവലിയോടെ പൂജ. 5 കാല പൂജയാണ്. വളരെ ഇതായിട്ട് കേരള ശാസ്ത്ര പ്രകാരമാണ് ഇവിടുത്തെ പൂജകൾ കംപ്ലീറ്റും വന്നിരുന്നത്. അതിൽ യാതൊരു മാറ്റവും കൂടാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തിസ്വരൂപനായ സർവേശ്വരനായ പടിഞ്ഞാറ് നോക്കി, അതായത് വലത്തിൽ നിന്നും ഇടത്തോട്ട് പായുന്ന ആറ്റിൻകരയിൽ അങ്ങനെ ധ്യാനരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഏത് പ്രാർത്ഥിച്ചാലും കിട്ടും. ആ പ്രാർത്ഥനയോടെ വരണം തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം. തൃപ്പരപ്പിൽ നിന്നും 10 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന 4ാം ശിവാലയമായ തിരുനന്ദിക്കരയിലെ മൂർത്തി നന്ദികേശ്വരനാണ്. കുഴിക്കുള്ളിലാണ് ഇവിടത്തെ ഋഷഭ പ്രതിഷ്ഠ. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുമരുകളിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവ ശൈവ വൈഷ്ണവ മൈത്രിയുടെ അമൂല്യ പ്രതീകമാണത്രേ. വിഷ്ണുനാമം ചൊല്ലി ശിവാലയങ്ങളിൽ ദർശനം നടത്തുന്ന ഈ അനുഷ്ഠാനം തന്നെ ഒരു വിരോധാഭാസമാണല്ലോ. എന്നാൽ ശൈവ വൈഷ്ണവന്മാർക്കിടയിൽ അക്കാലം നിലനിന്നിരുന്ന വൈര്യത്തിന്റെ അർത്ഥശൂന്യത വിളിച്ചോതുവാനാകാം ഇത് ഏർപ്പെടുത്തിയത്. ഈ ക്ഷേത്രം ശിവന്റെ വാസസ്ഥലമാണെങ്കിലും ശിവനെ അഭിമുഖീകരിക്കുന്ന ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെ ഒരു ശ്രീകോവിലുമുണ്ട്. ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ ഗണപതി, വിഷ്ണു, ശാസ്താവ്, നാഗർ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മേൽക്കൂര കോണാകൃതിയിലുള്ളതും ടൈൽ വിരിച്ചതുമാണ്. ക്ഷേത്രത്തിനടുത്തായി ഒരു കുളവും വിവിധ തരം സസ്യങ്ങളുള്ള ഒരു പൂന്തോട്ടവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി ഒരു പുരാതന പാറയിൽ വെട്ടിയ ഗുഹാക്ഷേത്രവുമുണ്ട്.
ഈ ക്ഷേത്രത്തിൽ വരഗുണപാണ്ഡ്യ രാജാവിൻ്റെയും രാജരാജ ചോഴൻ്റെയും ലിഖിതങ്ങൾ കാണാൻ കഴിയും. തിങ്കളാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും നടക്കുന്ന പ്രത്യേക പൂജകൾക്ക് പുറമെ മാർഗഴിയിലെ തിരുവാതിരയും മാസിയിലെ മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റു ഉത്സവങ്ങൾ. തിരുനന്ദിക്കരയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ താമ്രപർണി നദിയുടെ ഇടതുകരയിൽ 5ാമത്തെ ശിവാലയമായ പൊന്മന സ്ഥിതി ചെയ്യുന്നു. തൃപ്പിലാങ്കോട്ടപ്പൻ, തീമ്പിലാധിപൻ എന്നിങ്ങനെ അപരനാമങ്ങളുണ്ട് ഈ ശിവന്. ശിവലിംഗമായി മാറിയ രുദ്രാക്ഷത്തെ ആദ്യം കണ്ടത് തീമ്പൻ എന്നൊരു വനവാസിയാണെന്നും ആദ്യത്തെ പൂജ അവൻ നിർവഹിച്ചതുകൊണ്ടാണ് ഈ ശിവൻ തീമ്പിലാധിപനായത് എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ മുഖമണ്ഡപത്തിൽ നന്ദി ശയിക്കുന്നതിന് മുൻപിലായി പൗരാണിക സംഭവങ്ങളുടെയും നവഗ്രഹങ്ങളുടെയും തടിയിൽ കൊത്തിയ സുന്ദരമായ ചിത്രങ്ങളുണ്ട്. മഹാഭാരതത്തിലെ കിരാതകഥയുമായി ഗാഢബന്ധമുള്ളതാണ് 6ാമത്തെ ശിവാലയമായ പന്നിപ്പാകം. പാശുപതാസ്ത്രം നേടാൻ കഠിന തപസ് അനുഷ്ഠിക്കുന്ന അർജുനനെ നിഗ്രഹിക്കാൻ മൂകൻ എന്ന അസുരൻ പന്നിയുടെ വേഷത്തിലെത്തുന്നു. അർജുനൻ പന്നിയെ അമ്പെയ്ത് വീഴ്ത്തിയെങ്കിലും പന്നിയുടെ പുറത്ത് 2 അമ്പുകൾ കാണപ്പെട്ടു. തുടർന്ന് കാട്ടാള വേഷത്തിലെത്തിയ ശിവൻ താനാണിതിനെ ആദ്യം അമ്പെയ്തതെന്നു ചൊല്ലി അവകാശ തർക്കം ഉന്നയിച്ചു. പാർവതി ഇടപെട്ട് യുദ്ധത്തിലെയ്ത അമ്പുകളെ മലർശരമാക്കി മാറ്റി. ശിവനെ തിരിച്ചറിഞ്ഞ് വണങ്ങിയ അർജുനന് ശിവൻ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. പന്നി മരിച്ചു വീണ സ്ഥലമായതുകൊണ്ടാണിവിടം പന്നിപ്പാകമായി മാറിയത്. ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി ശിവന്റെ തന്നെ ഉഗ്രരൂപമായ കാലഭൈരവനെയും ഭൈരവന്റെ വാഹനമായ പട്ടിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
പന്നിഭാഗത്തിൽ ശിവൻ കിരാതമൂർത്തിയായാണ് കുടികൊള്ളുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പത്മനാഭപുരത്തിനടുത്തുള്ള കൽക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നീലകണ്ഠേശ്വർ ക്ഷേത്രം. ശിവരാത്രി കാലത്ത് നടത്തുന്ന പ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം. ഓട്ടക്രമത്തിലെ 7ാമത്തെ ക്ഷേത്രമാണിത്. അധിപനായ ദേവനെ നീലകണ്ഠേശ്വർ അല്ലെങ്കിൽ മഹാദേവർ എന്നാണ് വിളിക്കുന്നത്. അമ്മയെ ആനന്ദവല്ലി എന്നാണ് വിളിക്കുന്നത്. വാസ്തുവിദ്യയിലും ആചാരങ്ങളിലും ഈ ക്ഷേത്രം പ്രദേശത്തെ മറ്റ് ശിവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ്. കുമാരകോവിൽ നിന്നും 4 കിലോമീറ്റർ അകലെ, പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ഏകദേശം 600 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് 1000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പട്ടണം പഴയ തിരുവിടങ്ങൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഈ പട്ടണം ഭരിച്ചിരുന്ന രാജാക്കന്മാരും തിരുമല നായകർ തുടങ്ങിയ മറ്റു രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിന് ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുമല നായകർ ദേവിയെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. തിരുവിതാംകൂറിന്റെ പഴയ തലസ്ഥാനമായ പത്മനാഭപുരത്തിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നിരവധി ഭരണാധികാരികളുടെ ആരാധനാലയമായിരുന്നു.
വ്യാകരപാദർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ ശിവനെ ആരാധിക്കുകയും ചെയ്തു. പന്ത്രണ്ട് ശിവാലയോട്ടം ക്ഷേത്രങ്ങളിൽ വലിയ ഗോപുരമുള്ള ഏക ക്ഷേത്രമാണിത്. കൂടാതെ ദേവിക്ക് മാത്രമായി ഒരു സന്നിധാനമുള്ള 12-ൽ ഒരേയൊരു ക്ഷേത്രവും ഇതാണ്. ഈ ക്ഷേത്രം തമിഴ്നാട് കേരളീയ ക്ഷേത്രങ്ങളുടെ ഒരു മിശ്രിതമാണ്. എല്ലാ വർഷവും ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കാറുണ്ട്. കൂറ്റൻ ഗോപുരത്തെ അലങ്കരിക്കുന്ന തരത്തിൽ ഒട്ടനേകം രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൽമണ്ഡപം, ശ്രീകോവിലിലെ വിവിധ കൊത്തുപണികൾ, സ്വർണ്ണ കൊടിമരം, വിശാലമായ ക്ഷേത്രക്കുളം എന്നിവ ഈ ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പ്രധാന ഉത്സവങ്ങൾ ശിവരാത്രി, തിരുവാതിര, മാർഗഴി ഉത്സവം, നവരാത്രി ഉത്സവം, വിജയദശമി, പൈങ്കുനി ഉത്സവം, തിരുക്കല്യാണം. എട്ടാമത്തെ ശിവാലയം വേളിമലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മേലാങ്കോട് യക്ഷി അമ്പലത്തിന് സമീപമാണ്. പ്രതിഷ്ഠാമൂർത്തി കാലകാലൻ. പ്രശസ്തമായ കുമാരകോവിൽ ഈ ക്ഷേത്രത്തിനടുത്താണ്. ചെമ്പകവല്ലി എന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ സതീകർമ്മം അനുഷ്ഠിച്ചത് ഈ ക്ഷേത്ര പരിസരത്തു വച്ചാണ്. ഗതി കിട്ടാതെ അലഞ്ഞ അവരുടെ ആത്മാവ് പരാശക്തി ലയിച്ച് സാത്വിക ഗുണമുള്ള ഒരു യക്ഷിയായി മാറി. അവരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാർക്കണ്ഡേയനെ കാലപാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ശിവൻ കാലകാലനായി ഇവിടെ അവതരിച്ചു എന്നാണ് സങ്കല്പം. മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായിരുന്ന ഡിലനായുടെ ശവകുടീരം കുടികൊള്ളുന്ന ഉദയഗിരി കോട്ടയുടെ സമീപത്താണ് ഈ ക്ഷേത്രം.
അടുത്ത ശിവക്ഷേത്രം മേലാങ്കോട്ട് നിന്നും 5 കിലോമീറ്റർ കിഴക്ക് മാറി ശാസനങ്ങൾക്ക് പുകഴ്പെറ്റ തിരുവിടൈക്കോട്ടിലാണ്. പന്ത്രണ്ട് ശിവാലയങ്ങളിൽ തെക്കേ അറ്റത്തെ ക്ഷേത്രം ഇതാണ്. 18 സിദ്ധന്മാരിൽ ഒരാളായ ഇടയ്ക്കാടരുടെ പേരിൽ നിന്നാണ് തിരുവിടൈക്കോട് എന്ന സ്ഥലനാമം വന്നത്. പ്രതിഷ്ഠാമൂർത്തിയെ ചടയപ്പൻ അല്ലെങ്കിൽ ജടാധാരി എന്ന് വിളിക്കുമ്പോൾ AD 1727 ഒരു ശിലാശാസനം ഈ പ്രതിഷ്ഠ കെടമ്പീശ്വരമുള്ള നൈനാൻ എന്നും പറയുന്നു. ദേവനാഗരി ലിപിയിലെ കുറെ ശാസനങ്ങൾ ഇവിടെ കാണാം. എഴുത്തച്ഛനു മുമ്പ് മലയാളത്തിലെ ആധുനിക ലിപി നിലവിലുണ്ടായിരുന്നതിന്റെ തെളിവുകളാണ് ഇവിടത്തെ ശിലാരേഖകൾ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകോട് സ്ഥിതി ചെയ്യുന്ന പരുതിപ്പാനി മഹാദേവർ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി പരമശിവനാണ്. ഈ ക്ഷേത്രത്തെ നീലകണ്ഠസ്വാമി ക്ഷേത്രമെന്നും വിളിക്കുന്നു. അധിപനായ ദേവനെ പരുതിപ്പാനി മഹാദേവർ നീലകണ്ഠസ്വാമി എന്നാണ് വിളിക്കുന്നത്. ശിവരാത്രി കാലത്ത് നടത്തുന്ന പ്രസിദ്ധമായ ശിവാലയോട്ടത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം. ഓട്ടക്രമത്തിലെ 10ാമത്തെ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് 1000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. വ്യാക്രപാദർ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ശ്രീകോവിലിന്റെ പ്രവേശന കവാടത്തേക്കാൾ വലുതാണ് ശിവലിംഗ വിഗ്രഹം. ഭഗവാൻ ഇവിടെ സ്വയംഭൂമൂർത്തിയാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ അക്കാലത്തെ നിരവധി കൊത്തുപണികളും ശില്പങ്ങളുമുണ്ട്. വിളക്കുകൾ പിടിക്കുന്ന ശില്പങ്ങളുള്ള തൂണുകൾ ശ്രീകോവിലിനെ അലങ്കരിക്കുന്നു. ക്ഷേത്രം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ക്ഷേത്രത്തിന് തെക്കുഭാഗത്താണ് വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ഈ ക്ഷേത്രത്തിൽ 2 കൊടിമരങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ശിവക്ഷേത്രത്തിനും മറ്റൊന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിനും. പ്രധാന ഉത്സവങ്ങൾ ശിവരാത്രി, ചിത്തിര കൊടിയേറ്റം, പെരുവിഴ, ശിവാലയ ഓട്ടം, തിരുവാതിര, വാർഷിക ക്ഷേത്രോത്സവം. പത്താമത്തെ ശിവാലയമായ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഉത്ഭവസ്ഥാനവും ആദ്യകാല തലസ്ഥാനവുമാണ്. തക്കലയിൽ നിന്നും 2 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളീയ കെട്ടിട നിർമ്മാണ ശൈലിയിലുള്ളതാണ്. പതിനൊന്നാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോടിനും ഐതിഹ്യത്തിന്റെ പിൻബലമുണ്ട്. ഭൂമിയുമായി പാതാളത്തിലേക്ക് പോയ ഹിരണ്യാസുരനെ മഹാവിഷ്ണു പന്നിയുടെ രൂപത്തിൽ ചെന്ന് നിഗ്രഹിച്ച് ഭൂമിയെ വീണ്ടെടുത്ത് ധരണിയെ തന്റെ കൊമ്പിലിട്ട് അമ്മാനമാടി തുടങ്ങി. ഭൂമിയെ വീണ്ടെടുക്കാൻ പാതാളത്തിലെത്തിയ ശിവൻ ഇത് കണ്ട് പന്നിയുടെ കൊമ്പ് പറിച്ച് ജടയിൽ ധരിച്ചു. വരാഹത്തിന്റെ കൊമ്പ് ധരിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠയുള്ളതിനാൽ തൃപ്പന്നിക്കോടെന്ന പേരുണ്ടായി. AD 1680 ഈ ക്ഷേത്രത്തിന് നേരെ മുഗളന്മാരുടെ ആക്രമണം നടന്നതായി പറയുന്നു. അതിന്റെ പാടുകൾ ഇന്നും വ്യക്തമാണ്. ശ്രീമൂലം തിരുനാൾ രാജാവ് തൃപ്പന്നിക്കോട് മഹാദേവർ ക്ഷേത്രം പുതുക്കി പണിതതായി രേഖയുണ്ട്. തൃപ്പന്നിക്കോട്ടിൽ ശിവൻ ഭക്തവത്സലനായാണ് കുടികൊള്ളുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുനട്ടാലം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട ക്ഷേത്രങ്ങളാണ്
ശങ്കരനാരായണൻ ക്ഷേത്രവും അർദ്ധനാരീശ്വര ക്ഷേത്രവും. ആദ്യത്തെ ക്ഷേത്രം ശങ്കരനാരായണൻ ക്ഷേത്രം. പ്രധാന മൂർത്തി വിഷ്ണുവും ശിവനുമാണ്. അതുകൊണ്ട് ദേവനെ ശങ്കരനാരായണർ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ക്ഷേത്രം അർദ്ധനാരീശ്വർ ക്ഷേത്രം. പ്രധാന ദേവൻ ശിവനും പാർവതിയുമാണ്. അതിനാൽ പ്രതിഷ്ഠയെ അർദ്ധനാരീശ്വർ എന്ന് വിളിക്കുന്നു. ശിവാലയോട്ടക്രമത്തിൽ 12ാമത്തേതും അവസാനത്തേതുമാണ് ഈ കോവിൽ. ശങ്കരനാരായണൻ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെ ആരാധിച്ചതിനു ശേഷം മാത്രമേ ദിവ്യോട്ടം പൂർണ്ണമായി കണക്കാക്കൂ. മാർത്താണ്ഡത്ത് നിന്നും 6 കിലോമീറ്ററും കുഴിത്തുറയിൽ നിന്നും 8 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്ന ഭീമനെ ശിവഭക്തനായ വ്യാഘ്രപാദൻ പിന്തുടരുകയായിരുന്നു. ഇരുവരും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ശിവനും വിഷ്ണുവും ഇവിടെ തിരുനട്ടാളത്ത് വ്യാഘ്രപാദന് ദർശനം നൽകിയെന്നാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ക്ഷേത്രക്കുളത്തിന്റെ ഇരുവശത്തുമായി ഈ ഗ്രാമത്തിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിന് 1000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടൈൽ പാകിയ മേൽക്കൂരയുള്ള കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രം കേരള ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ശില്പങ്ങളോട് കൂടിയ തൂണുകൾ, ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കൊടിമരവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും പൂജകളുണ്ട്. ശിവരാത്രി ദിനത്തിൽ രാത്രി 10 മണി മുതൽ ഓരോ 2 മണിക്കൂറിലും 4 പ്രത്യേക യാമപൂജകളുണ്ടായിരിക്കും. 4ാമത്തെ യാമപൂജയ്ക്ക് ശേഷം പുലർച്ചെ 4 മണിയോടെ ഭക്തർക്ക് വിഭൂതിയും പ്രസാദവും ലഭിക്കും. ഇതവരുടെ ശിവരാത്രി വ്രതം അവസാനിപ്പിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു.
ശിവരാത്രി നാളിൽ ശിവഭക്തർ തിരുമലയിൽ നിന്ന് ആരംഭിക്കുന്ന 24 മണിക്കൂർ ശിവാലയോട്ടം തിരുനട്ടാലത്ത് സമാപിക്കും. ഇത് ശിവാലയോട്ടത്തിലെ 12ാമത്തെ ക്ഷേത്രമാണ്.